കൊനിച്ചിവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സും വ്ളോഗൊക്കെ ഇടുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ എപ്പോഴും വരുന്ന കമൻറ്റാണ് മുത്തച്ഛനെ കാണാൻ പോയോ, മുത്തച്ഛൻ എവിടെയാണ്, കാണുന്ന വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് മുത്തച്ഛനെ കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട്. രാവിലെ തന്നെ ഞാൻ ടീഷർട്ടൊന്ന് മാറിയിട്ടു. കറുപ്പിട്ടിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ലഗേജൊക്കെ ആയിട്ട് പോകാൻ നിൽക്കുവാണ്. ചെക്കൗട്ട് ചെയ്തായിരുന്നു ഹോട്ടലിൽ നിന്ന്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഈ പാർക്കിലൊക്കെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള പാർക്കാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. അത് തൽക്കാലം അവർ നിർത്തി വെച്ചേക്ക് വന്നിട്ട് കുറച്ച് നേരമാണ് അത് പ്രവർത്തിപ്പിക്കുകയുള്ളൂ, നല്ല ചൂട് കൂടി കഴിയുമ്പം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുവാണ്. നേരെ ഫുഡ് കഴിക്കാൻ പോകാനുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വന്നിരിക്കാറുള്ള പാർക്കാണ്. മുത്തച്ഛനും ഞാനും ഒക്കെ പണ്ട് ഈ പാർക്കിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അവിടെ നിന്ന് ഞാൻ ജാപ്പനീസ് മുത്തച്ഛൻ്റെ നമ്പർ പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയാണ്. എൻ്റെ കയ്യിലിപ്പോൾ എൻ്റെ സിം ആക്റ്റീവ് അല്ല. സിമ്മിന് ഇവിടെ ഷിം എന്നാണ് പറയുന്നത്, ആക്റ്റീവ് അല്ലല്ലോ. പ്ലാനുകളൊന്നുമില്ല, നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ പേപ്പറിൽ എഴുതിയെടുത്തിട്ട് ഏതെങ്കിലും പബ്ലിക് ബൂത്തിൽ നിന്ന് വിളിച്ച് ആളെവിടെയാണെന്ന് ചോദിച്ചിട്ട് വേണം കാണാൻ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ബൂത്ത് കണ്ടു പോകുന്ന വഴിക്ക് ഞാൻ പിന്നെ ഇതുപോലെ ഇവിടെ സൈഡിൽ കണ്ടോ സൈക്കിളൊക്കെ ലോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. സൈക്കിൾ മോഷണമുണ്ട് ഇവിടെ ജപ്പാനിൽ ഒരുപാട്. അതുകൊണ്ട് സൈക്കിൾ നമുക്ക് പൈസ കൊടുത്ത് ലോക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നലെ ഞാൻ ഓൾറെഡി ഇങ്ങനെ വിളിച്ച് നോക്കിയായിരുന്നു കേട്ടോ, വിശേഷമൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്നലെ തിരക്കായിരുന്നു, അങ്ങനെ ടോക്കിയോ ഒന്നും അങ്ങനെ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചിട്ട് വെച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും കാണാൻ പറ്റുമോ എന്നറിയാം, കാരണം നാളെ എനിക്ക് ഇവിടുന്ന് സ്ഥലം മാറിപ്പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ബൂത്ത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ കുറച്ച് അത്യാവശ്യം നമുക്ക് വേണ്ട ടാക്സി അങ്ങനെയുള്ള നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിളിക്കാനും സിമ്പിളാണ്. നമ്മൾ 10 ജാപ്പനീസ് സെൻറ്റും 100 ജാപ്പനീസ് സെൻറ്റൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇടേണ്ടത്. ചുമ്മാ എടുത്തങ്ങ് കറക്കി കുത്തിയങ്ങ് വിളിച്ചാൽ മതി. ആരോ അവിടെ വേസ്റ്റൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് അകത്തുനിന്നൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ചെറിയൊരു ക്യാബിനാണ്, അതിൻ്റെ അകത്തുനിന്ന് ഫോൺ വിളിക്കാം. അപ്പം ആദ്യം കോയിൻ എടുക്കാം. അപ്പം 10ൻ്റെയും 100ൻ്റെയൊക്കെ കോയിൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന സ്ഥലത്ത് വരണം എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം കോയിൻ എടുക്കുന്നുണ്ട്. ആദ്യം 10ൻ്റെ 3-4 എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 100ൻ്റെ ഒരെണ്ണം കൂടി എടുത്ത് ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ജാപ്പനീസാണ് ഫുള്ള് മുത്തശ്ശൻ സംസാരിക്കുകയുള്ളൂ. എനിക്ക് ഭയങ്കര അങ്ങനെ ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഫോണിലാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം കറക്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ അത്രയും പൈസ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വിളിച്ച് നോക്കി. 1-2-3 തവണയൊക്കെ വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ടൈം എടുത്ത് അങ്ങനെ വിളിച്ച് നോക്കിയപ്പം ആളെ കിട്ടി. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒമിയയിലുണ്ടെന്നാണ് പറഞ്ഞത്. ഒമിയയാണ് പുള്ളിയുടെ വീട്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇവിടുന്ന് ഉവേണോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഉവേണോ. അപ്പോൾ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് നേരെ പോവാണ്. അപ്പോൾ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് മുത്തച്ഛനെ കണ്ട് പിന്നെ തിരിച്ചു വരിക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി നമ്മൾ ലോക്കറിൽ വയ്ക്കുന്നുണ്ട് ലഗേജ്, നമ്മളെ മഞ്ഞപ്പെട്ടി മാത്രം. ബാക്കി ഉള്ളത് കയ്യിൽ കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. മഞ്ഞപ്പെട്ടിയും ഒരു കറുത്തൊരു ബോക്സ് ഉണ്ടല്ലോ, അത് റിംഗ് ലൈറ്റാണ്. അത് രണ്ടും ലോക്കറിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലോക്കർ തപ്പി ഇറങ്ങി. അതിനിടയ്ക്ക് നമ്മുടെ സുയിക്ക കാർഡ് ഒന്ന് ചാർജ് ചെയ്തു കേട്ടോ. ഈ കാർഡ് വെച്ചിട്ടാണ് ലോക്കറിന് പേയ്മെൻറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ട്രെയിന് പോകാനും ചാർജ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യം ഈ ലോക്കറിൽ നോക്കിയപ്പോഴേക്കും ആൾക്കാർ മുഴുവൻ സാധനങ്ങൾ വെച്ചു. കുറച്ച് ലോക്കറേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് താഴെ നമുക്ക് പറ്റിയ വലിയ ലോക്കറില്ല, പച്ച നിറത്തിൽ കണ്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ ലോക്കറിൽ ഞാൻ വെച്ചു. പിന്നെ ഈ കണ്ടോ, ഈ ഒരു സ്റ്റേഷനിലേക്ക് വേണോ എന്നുള്ള സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുറച്ച് സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. അവിടെ ചെന്നാലും ഇനിയിപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് അവിടെ ചെന്നിട്ട് ഇനി അടുത്ത കോയിൻ ബൂത്ത് കയറി എവിടെ എത്താറായോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വേണം കാണാനായിട്ട്. ഫോൺ വിളിച്ച് പണ്ട് ലൊക്കേഷൻ പറഞ്ഞിട്ട് കാണുമായിരുന്നെങ്കിലും ഈ ഭയങ്കര തിരക്കിനിടയ്ക്ക് ആളെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്. അപ്പം കറക്റ്റ് സ്റ്റേഷനും കാര്യങ്ങളും അടയാളമൊക്കെ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ കണ്ടുമുട്ടുള്ളൂ. അതുവരെ ഇങ്ങനെ കറങ്ങി കുത്തിയൊക്കെ നടക്കും. ആദ്യകാലങ്ങളിൽ ഒട്ടും ജാപ്പനീസ് അറിയത്തില്ലായിരുന്നല്ലോ എനിക്ക്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാനും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോയി കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉവേണോയിൽ എത്തി കേട്ടോ. അവിടെ എത്തി കുറച്ച് നേരം എടുത്തു. അപ്പോൾ എനിക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തി. ഇതാണ് സ്റ്റേഷൻ്റെ പുറമെ. അപ്പോൾ ഇവിടുന്ന് അടുത്താണ് ഉവേണോ പാർക്ക്. അപ്പോൾ അവിടെ കാണാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത് തന്നെ, സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും വിളിച്ചൊന്ന് കൺഫേം ചെയ്യണം എവിടെയാണ് നിൽക്കുന്നത്. കാരണം പാർക്ക് ഭയങ്കര നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുക. അപ്പോൾ ഇതിൻ്റെ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ ഏത് ഭാഗത്താണ് കാണണമെന്ന് കറക്റ്റ് പറഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ അങ്ങനെ അടയാളം പറഞ്ഞു കൊടുക്കാനായിട്ട് പാർക്കിൽ ഇപ്പോൾ എന്താ അടയാളം പറയാൻ, മെയിനായിട്ടുള്ള എന്തെങ്കിലും വല്ല പ്രതിമയോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഞാൻ ഫോൺ വിളിച്ച് ഒന്നോളം കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെച്ച് വീണ്ടും
നമ്മളൊരു കോയിൻ ബൂത്തിൽ കയറി കേട്ടോ. അവിടെ കയറിയിട്ട് വിളിച്ചു, ഇന്ന സ്ഥലത്ത് കണ്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു. അങ്ങനെ പിന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവാണ്. അപ്പോൾ പറഞ്ഞ സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. മുത്തശ്ശൻ വരാൻ കുറച്ച് സമയം എടുക്കും, അപ്പോൾ അതുവരെ അവിടെ ഇരിക്കാമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരുപാട് പെർഫോമൻസുകളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ജപ്പാൻകാരുടെ കുറച്ച് ഇങ്ങനെ ഇൻസ്ട്രുമെൻസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ പെർഫോമൻസൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു 5 മിനിറ്റൊന്നും നോക്കിയെന്നില്ല, ഒരു 2-3 മിനിറ്റ് നോക്കിയിരുന്നു. ഇനി ഈ സമയം കൊണ്ട് അങ്ങനെ അപ്പുറത്തെ വഴിയെങ്ങാനും ജാപ്പനീസ് മുത്തശ്ശൻ വന്നാലേ നമ്മുടെ കയ്യിൽ ഫോണില്ലല്ലോ. അപ്പോൾ ഇനി കോയിനിട്ട് വിളിക്കണമെങ്കിൽ അങ്ങോട്ട് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോയിട്ട് വിളിച്ച് ചോദിച്ച് ഇതാക്കണം. അതുകൊണ്ട് വരുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറേ മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ജാപ്പനീസ് മുത്തച്ഛൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഇവിടെ വരാനാണ് പറഞ്ഞത്. അന്ന് നമ്മൾ കണ്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടയാളം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ 2 വർഷമായില്ലേ, അത്രയും വലിയൊരു ഗ്യാപ്പ് വന്നല്ലോ. അപ്പോൾ എന്തായാലും വരുമോയെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ആൾ വന്നില്ല കേട്ടോ. എന്നിട്ട് വേറൊരു മുത്തശ്ശൻ അവിടെ ഇരുന്നത് ഇങ്ങനെ വന്ന് എന്നെ പരിചയപ്പെട്ട് സംസാരിച്ചു, ഏതാ രാജ്യം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വർത്താനം പറഞ്ഞു. അതിൽ ടീഷർട്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കോംപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇന്ത്യയിൽ നിന്നാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ജനസംഖ്യ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ജാപ്പനീസ് മുത്തശ്ശൻ്റെ കൂട്ടുകാരനാണ് പുറകിലിരിക്കുന്നത്. ആളധികമൊന്നും അങ്ങനെയൊന്നും മിണ്ടിയൊന്നുമില്ല കേട്ടോ. ചിലർ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്തൊന്നും മിണ്ടും, ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും, ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ടങ്ങ് ഇതാവും. പക്ഷെ ചിലർ നമ്മളോട് അങ്ങനെ വലിയ കാര്യമായിട്ട് മിണ്ടുകയോ ചോദിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ജാപ്പനീസ് മുത്തശ്ശൻ വന്നു. പിന്നെ ഇവർ തമ്മിലായി സംസാരം. അപ്പോൾ ഞാൻ പറഞ്ഞു ജാപ്പനീസ് മുത്തശ്ശനെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറേ വർഷമായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഈ മുത്തശ്ശൻ വിശേഷങ്ങളും കാര്യങ്ങളും ഓരോന്നൊക്കെ അങ്ങ് തുടങ്ങി. എന്നോട് പറഞ്ഞു അഖിൽ എന്നെ മറന്നുപോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ 2 വർഷമായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ നമ്പറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കിമോണോസാൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പോൾ ആൾ ലൈനിൽ എനിക്ക് കുറേ മെസ്സേജൊക്കെ അയച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ലൈനൊക്കെ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അങ്ങനെ ഇങ്ങനെ, ഇപ്പോൾ സിം ആക്റ്റീവ് അല്ല, പ്ലാനുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ മറ്റേ ആൾ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ സംസാരം അതും ഇതെല്ലാം വന്ന് ഇങ്ങനെ കേട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ മഴയായപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ആൾ ഒത്തേമച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എന്തോ ഒരു ഓഫറിനെ കണ്ട് കുറേ സാധനങ്ങളോ അങ്ങനെ എന്തോ കോംബോ ഉണ്ടായിരുന്നു, അത് വയറ് നിറച്ച് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പോവാണ്. മുത്തച്ഛന് 2 വർഷമായിട്ട് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ കണ്ടപ്പോൾ തോന്നി കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ടുള്ള പോലെ തോന്നി. അതുപോലെ തിരിച്ച് എന്നോടും പറഞ്ഞു കേട്ടോ, ബോഡിയൊക്കെ ഇത് കുറച്ചൊക്കെ മാറ്റം വന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉവേണോ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോവുകയാണ്. മഴ ആയതുകൊണ്ട് എല്ലാവരും തന്നെ അങ്ങോട്ട് സൈഡിലേക്ക് കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കുമായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയല്ല, എന്നാലും മഴയുണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും മുകളിലേക്ക് അവിടെ ഉണ്ട്, സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ അവിടെ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് അതേ പോയ സ്പീഡിൽ താഴത്തേക്ക് ഇറങ്ങി വരുന്ന രംഗമാണ് ഈ കാണുന്നത്. നേരത്തെയൊക്കെ ഭയങ്കര കുറച്ചും കൂടി ആക്റ്റീവായിരുന്നു. ഇപ്പം ആൾ കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും അത്ര ഒതുക്കമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് കോര മതിയെന്ന് പറഞ്ഞു കേട്ടോ, കോള മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു വെള്ളവും ഒരു കോള എടുത്തിട്ടോ. ചെറിയ കോള നമുക്ക് കിട്ടും, പക്ഷെ അതാണ് തപ്പിയിട്ട് അതില്ലായിരുന്നു. എന്നിട്ട് ഇത് മതിയെന്ന് പറഞ്ഞു. എന്നിട്ടത് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ജാപ്പനീസ് ഇതുപോലെ കൺവീനിയൻസ് സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു മോഡലിലൊക്കെ ഇരിക്കാറുണ്ട്. അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും, അതുപോലെ സിഗരറ്റൊക്കെ വലിക്കും. മറ്റേ നമ്മൾ ഈ കുന്തങ്കാലിരിക്കാന്ന് ഉപ്പൂറ്റിയൊക്കെ കുത്തി അതുപോലെ ഒക്കെയുള്ള ഇരിപ്പും ഇതൊക്കെ ഇവർക്ക് ഇതാണ്. അപ്പം അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് സംസാരിച്ച് വിശേഷങ്ങളും അതും ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചിട്ടോ, കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് നല്ല രസമായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. മറക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറക്കാനുള്ള സമയമൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുമല്ലായിരുന്നോ, എങ്ങനെയാണ് ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ കോളയും വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ആൾക്ക് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു, ഇനിയും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൂരേക്കൊന്നും പോകണ്ട, ക്യോട്ടോ ഒന്നും പോകണ്ട, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുക, ഇടയ്ക്ക് കാണാം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ആൾ പോയിട്ടോ. തിരക്കാമെന്ന് പറഞ്ഞു പോയി. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും എങ്ങനെയോ കടന്നു വന്ന ഒരാൾ പിന്നെയും കാണാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറ്റുന്നിടത്തോളം വീഡിയോ ഒക്കെ എടുത്തു, ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ക്യാമറ വെച്ചപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, അതെടുത്ത് കൈ പിടിക്കാൻ പറഞ്ഞതാണ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാപ്പനീസ് മുത്തച്ഛൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, ഇനി കാണുമ്പോൾ വ്ളോഗ് ചെയ്യോ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഈവൻ ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സൊന്നും ഇല്ല, എന്നാലും അതിനകത്തും കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വ്ളോഗായിട്ട് ചെയ്യണം, ആളെ ഇനിയും കാണിക്കണം എന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമുക്ക് നമുക്കൊരു സമാധാനം സന്തോഷമൊക്കെ തന്ന ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ വർഷങ്ങളോളം, ഇപ്പോൾ ഒത്തിരി വർഷമായല്ലോ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനെ ആ പരിചയം പുതുക്കുന്നു, സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.